ഹലോ, എവിടെ എല്ലാവരും? ഇവിടെ ശ്രുതിയാണ്. ഞാൻ ഇന്ന് ഈ ഇന്ത്യൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുങ്ങി എങ്ങോട്ട് പോകാമെന്നറിയാം. ഇന്നിവിടെ ഞായറാഴ്ചയാണ്. ഇന്ന് ശ്രീരാമനവമിയാണ്. നാട്ടിലായിരിക്കുമ്പോൾ ശ്രീരാമനവമി എന്നൊരു ദിവസം ഉള്ളതായിട്ട് പോലും എനിക്കറിയത്തില്ല. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. വീട്ടിലൊന്നും അങ്ങനെ പറഞ്ഞ് എനിക്കൊരു ഓർമ്മയില്ല. അതൊരു സ്പെഷ്യൽ ഡേ ആയിട്ട് പോകുന്നതോ അമ്പലത്തിൽ പോകുന്നതോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം കുറച്ചും കൂടി ആൾക്കാർ, അതായത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസും തമിഴർ, തെലുങ്ക് ആൾക്കാരൊക്കെ കുറച്ചും കൂടി ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു വിശേഷ ദിവസമായിട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് കുറേ വർഷമായിട്ട് അറിയണ എൻ്റെ ഒരു ഫ്രണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വീട്ടുകാരാണ്. ഞാൻ കുറച്ച് കുട്ടികൾക്ക് പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരാളുടെ വീട്ടിൽ ഇന്ന് ശ്രീരാമനവമി അവരൊരു വിശേഷ ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുവാണ്. അവർ ആക്ച്വലി മലയാളികളാണ്, പക്ഷേ അവർ തമിഴ്നാട്ടിലാണ് വളർന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ ആയിരിക്കും അവർക്ക് ഇതിനോട് കുറച്ചും കൂടി അതിനെപ്പറ്റി അറിയാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ശ്രീരാമനവമി ഇങ്ങനെ ഒന്ന് ആഘോഷിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പോകുന്നത്. അവരിപ്പം ഈ ഭാഗത്തോട്ട്, നമ്മൾ താമസിക്കുന്നതിന് അടുത്തോട്ട് അവരും മൂവ് ചെയ്തിട്ടുണ്ട് ഒരു വർഷമായിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ വിളിച്ചതാണ്. അപ്പോൾ രാവിലെ 10 മണി തൊട്ടിട്ടാണ് 2 മണിക്കൂറിൻ്റെ പരിപാടി കാണത്തുള്ളൂ. ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ പോലെ. ഫാമിലി അല്ല, കൂടുതലും ലേഡീസിന് മാത്രമാണ്. അവർ എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രയർ ചൊല്ലുക, സഹസ്രനാമമൊക്കെ ചൊല്ലി തിരിച്ചു പോവുക. അങ്ങനെ ഒരു ചെറിയ ഇതായിട്ടാണ്. അപ്പോൾ 10-15 പേരാണ് വിളിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. 10 മണി തൊട്ട് 12 മണി വരെയുള്ള സമയമാണ്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഒരു കാര്യത്തിന് പോകുമ്പോൾ അതൊരു നല്ല ദിവസമായിട്ട് എനിക്ക് തോന്നി ഇന്ന്. അത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമല്ലേ. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. പറ്റുന്ന പോലെ വീഡിയോയോ ഫോട്ടോയോ ഒക്കെ ഞാൻ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് നാമമൊക്കെ ചൊല്ലാൻ തുടങ്ങി. എല്ലാ സഹസ്രനാമങ്ങളും ഉണ്ടായിരുന്നു മെയിനായിട്ടും. പിന്നെ കുറച്ച് ശ്രീരാമസ്തുതികളും ഹനുമാൻ സ്തുതികളും ഒക്കെ ഉണ്ടായിരുന്നു. വീണ ഓൾറെഡി ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോഴേ നമുക്ക് ഒരു ലിസ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ധാരണ ഉണ്ടായിരുന്നു എന്താ നമ്മൾ ചെയ്യുന്നതെന്ന്. അപ്പം അത് ബുക്കിൽ നോക്കി വായിക്കുകയോ കാണാതെ അറിയാവുന്നവർ കാണാതെയോ എങ്ങനെയാണെങ്കിലും ഒന്നിച്ചിരുന്ന് അതുകൊണ്ട് ചൊല്ലാൻ പറ്റി. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നില്ല. 15 പേരെയാണ് വീണ ഇൻവൈറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷേ ആകെ 4-5 പേർക്കേ വരാൻ പറ്റിയുള്ളൂ. എനിക്കും കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ പറ്റിയില്ല. എനിക്കത് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം അവർക്ക് ആ സമയത്ത് സ്വിമ്മിങ് ക്ലാസ് ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു സ്പെസിഫിക് റീസൺ ഇല്ലാതെ നമുക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. 1.5 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു. എല്ലാവരും കൂടി ചൊല്ലിക്കഴിഞ്ഞു. എന്നിട്ട് ഒരു പൂജ പോലെയൊക്കെ ചെയ്ത് എല്ലാവർക്കും പ്രസാദമൊക്കെ തന്നാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്തത്. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ആരെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഞാൻ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യും കേട്ടോ. ഞാനും സ്വയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് പുറത്ത് താമസിക്കുമ്പോൾ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ സംസ്കാരവുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒക്കേഷൻ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കരുതെന്നും അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുകയും ചെയ്യണമെന്നും എപ്പോഴും വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ഞാൻ ഇത്തിരി വഴി മാറിപ്പോയി. വീണ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും പ്രസാദം കുങ്കുമൊക്കെ തൊടാൻ തന്നു. എനിക്കും പ്രസാദമായിട്ട് തന്നത് ഫ്രൂട്ട്സാണ്. എനിക്ക് ഒരു ആപ്പിളും പേറും ഒക്കെ തന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത് മലയാളി. ബാക്കി എല്ലാവരും തമിഴ്, തെലുങ്ക് സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു. വീണയും ആക്ച്വലി മലയാളിയാണെങ്കിലും അവർ തമിഴ്നാട്ടിലാണ് വളർന്നത്. ഇത്രയും പേരാണ് വന്നത്. ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പരിചയപ്പെടുകയും വർത്താനമൊക്കെ പറയുകയും ചെയ്തു. വീണത ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു സദ്യ പോലെ രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പായസം അടക്കം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ച് അവിടുന്ന് ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് പയ്യിറങ്ങി. ഇതായിരുന്നു അവരുടെ വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് ഏരിയ. ഞാൻ വണ്ടിയുടെ അടുത്തോട്ട് ചെന്നപ്പോഴാണ് ഇവിടെ അങ്ങനെ ഒരു വെള്ളവും കുറച്ച് ഒരു നല്ല ഭംഗിയായിട്ട് തോന്നി എനിക്ക്. അപ്പം ഞാൻ ഓർത്തു അങ്ങോട്ടൊന്ന് പോയി നോക്കാം അവിടെ എന്താണെന്ന്. അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാനായിട്ട്. നിങ്ങൾ നോക്കിക്കേ, ആ വെള്ളവും വെയിലും മരങ്ങളും എല്ലാം കൂടെ ചേർത്ത് എന്ത് ഭംഗിയായിട്ടുണ്ട് അവിടെ.
ഈ വീഡിയോയിൽ എത്രമാത്രം ഭംഗി തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഒരു ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അവിടെയൊക്കെ ഇരുന്നിട്ട് നമുക്കിങ്ങനെ വെറുതെ ആ വെള്ളത്തിലോട്ട് നോക്കിയിരിക്കാം കുറേ നേരം കേട്ടോ. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി.